വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 3, 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. വചന വിചിന്തനം. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുക എന്ന ആശയം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ മനഃപൂർവ്വം നിരസിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് തിന്മയോ പൈശാചിക സ്രോതസ്സുകളോ ആണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൃപയും ക്ഷമയും സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും മാനസാന്തരം അസാധ്യമാക്കുകയും ചെയ്യുന്ന ഹൃദയം കഠിനമായ അവസ്ഥയാണിത്. ആത്യന്തികമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിനയത്തിൻ്റെയും തുറന്ന മനസ്സിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു.